വെറും 10 മിനിറ്റ് ജപ്പാന്റെ നാഷണൽ പോലീസ് ഏജൻസിയിൽ നിന്നും, അതായത് വിദേശ ചാരന്മാരെ പിടികൂടാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരുടെ ആസ്ഥാനത്ത് നിന്നും ടോക്കിയോയിലെ ഒരു വിമാന കമ്പനി ഓഫീസിലേക്ക് നടക്കാനുള്ള ദൂരമാണ് ഈ 10 മിനിറ്റ്. ഈ കെട്ടിടത്തിൻ്റെ 22ാമത്തെ നിലയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിലായിട്ടൊരു ഓഫീസ്. ഓഫീസിൻ്റെ വാതിലിന് പിന്നിലായിട്ട് ഒരു ഇടുങ്ങിയ ജനലഴിയുണ്ട്. അവിടെ ഒരു കോളിംഗ് ബെല്ലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ജയിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഓഫീസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അകത്ത് കുറച്ച് ഫയലിംഗ് ക്യാബിനറ്റുകളുണ്ട്. ആ ക്യാബിനറ്റുകളുടെ മുകളിലായിട്ട് പല വിമാനങ്ങളുടെ മോഡലുകളുണ്ട്. അവിടെ ഒരു സീറ്റിൽ, ഒരു കോർണറിൽ റഷ്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ എയറോഫ്ലോട്ടിൻ്റെ ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു 49 വയസ്സുകാരൻ. അയാളുടെ പേര് മാക്സിം വ്ളാഡിമിർച്ച് ഫിൽചെങ്കോവ് എന്നാണ്. അയാളുടെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനിരിക്കുകയാണെന്ന് തോന്നും, എന്നാലല്ല. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ റഷ്യൻ രഹസ്യ ചാരപ്പണിക്ക് ചുക്കാൻ പിടിക്കുകയാണ് ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലിരുന്നു. അതും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ജപ്പാനിൽ തങ്ങളുടെ പിടികൂടേണ്ട പോലീസിൻ്റെ മൂക്കിൻ തുമ്പിലിരുന്നു കൊണ്ട് വെറും 10 മിനിറ്റ് ദൂരത്തിൽ കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് ഈ ചാരപ്പണി ഇയാൾ വിജയകരമായി തുറന്നുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ പോകുന്നത് ആ രഹസ്യ ഓപ്പറേഷൻ്റെ ഉള്ളറകളിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. കഥ തുടങ്ങുന്നത് 2022 ഫെബ്രുവരിയിലേക്കാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യൻ ടാങ്കുകൾ അന്ന് ഉക്രൈനിലേക്ക് ഇരച്ചു കയറിയ മാസമാണ് ഫെബ്രുവരി. പാശ്ചാത്യ രാജ്യങ്ങൾ അതിവേഗം അതിനെതിരെ പ്രതികരിക്കുന്നു. യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും 100 കണക്കിന് റഷ്യൻ ചാരന്മാരെ അവർ നാട് കടത്തുന്നു. റഷ്യക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകൾ കയറ്റുമതി ചെയ്യുന്നതിന് ഉപരോധങ്ങളിലൂടെ ഒരു ബ്ലോക്ക് കൊണ്ടുവരുന്നു. പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ ചാരബലവും ആയുധ സാങ്കേതിക വിദ്യയും കൈക്കലാക്കാനുള്ള കഴിവ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിയേണ്ടതായിരുന്നു. പക്ഷേ യുദ്ധങ്ങൾ ഒരിക്കലും നടക്കുന്നത് പേപ്പറിലല്ല, മൈക്രോ ചിപ്പുകളിലും ട്രാൻസ്മിറ്ററുകളിലും അതിസൂക്ഷ്മമായ വേറെ പല ഘടകങ്ങളിലുമാണ്. 2023 ആയപ്പോഴേക്കും റഷ്യ ഒരു വലിയ പ്രതിസന്ധി കണ്ടെത്തിലെത്തുന്നു. ഉക്രൈൻ യുദ്ധം പരമ്പരാഗതമായ പീരങ്കി പോരിൽ നിന്നും മാറി അത്യാധുനികമായ ഡ്രോൺ യുദ്ധത്തിലേക്ക് മാറുന്നു. റഷ്യയുടെ ആയുധ ഫാക്ടറികൾക്ക് ആവശ്യമായ ഇത്തരം ഹാർഡ്വെയറുകൾ, ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള ഹാർഡ്വെയറുകൾ വലിയ ക്ഷാമം ഉണ്ടാകുന്നു. ടെക്നോളജിയിൽ ഉക്രൈൻ മുന്നിലേക്ക് പോകുന്നു. റഷ്യയ്ക്ക് എങ്ങനെയും കളം മാറ്റിപ്പിടിക്കണം. ചൈനയ്ക്ക് ചില സഹായങ്ങളൊക്കെ റഷ്യ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മിസൈലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വികസിതമായ സാങ്കേതിക ഘടകങ്ങൾക്ക്, ഹൈഗ്രേഡ് പാർട്സിന് ഈ വെസ്റ്റേൺ ബ്ലോക്ക് വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പകരം വയ്ക്കാൻ യാതൊന്നും ഇല്ലേയും താനും. അങ്ങനെയാണ് റഷ്യൻ ഇൻ്റലിജൻസ് ഈ ഉപരോധങ്ങളുടെ മതിൽ എങ്ങനെ തകർക്കാം, അതൊരു വിള്ളൽ എവിടെയാണ് എന്ന് നോക്കിയത്. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു രാജ്യം അവർ കണ്ടുപിടിക്കുന്നു. ആ രാജ്യമാണ് ജപ്പാൻ. എന്തുകൊണ്ട് അവർ ജപ്പാൻ സെലക്ട് ചെയ്തു? ജപ്പാൻ ആദ്യ നോട്ടത്തിൽ ആരും സംശയിക്കാത്ത ഒരു രാജ്യമാണ്. ഉക്രൈൻ അധിനിവേശത്തെ ആദ്യ ദിവസം തന്നെ ജപ്പാൻ ശക്തമായിട്ട് അപലപിക്കുന്നു. US യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളിൽ അവർ ഉടൻ തന്നെ പങ്കാളികളാവുന്നു. പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ നയം തിരുത്തി ഉക്രൈനിലേക്ക് സൈനിക സഹായങ്ങളും അതുപോലെ തന്നെ മറ്റ് ആർമേർഡ് എലമെൻസും അവർ സെൻഡ് ചെയ്യുന്നു. ചാരന്മാർക്ക് എളുപ്പം തുളച്ചു കയറാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ജപ്പാനെ ആരും അങ്ങനെയൊന്നും കണക്കാക്കില്ല. പക്ഷേ വാർത്തകൾക്ക് അപ്പുറം നമ്മൾ ആഴത്തിലൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങൾ ജപ്പാനിലുണ്ടായിരുന്നു. ഒന്നാമതായി, ലോകത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ഹൈടെക് നിർമ്മാണ മേഖലകളിൽ ഒന്ന് ജപ്പാനിലാണ്. മിസൈൽ ഗൈഡൻസ് സിസ്റ്റംസ്, ഡ്രോൺ ഗൈഡൻസ് സിസ്റ്റംസ്, അതിലുള്ള ഹൈ പ്രിസിഷൻ ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇവയെല്ലാം ജപ്പാനിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടായിരുന്നു. രണ്ടാമതായി, കഴിഞ്ഞ 80 വർഷത്തിലധികമായിട്ട് ജപ്പാന് സ്വന്തമായിട്ട് ഒരു വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഇല്ല. അത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ്റെ കൗണ്ടർ എസ്പിയോണേജ് പ്രവർത്തനങ്ങൾക്ക് പോലീസ്, സൈന്യ, വിദേശകാര്യ മന്ത്രാലയം എന്നിവയ്ക്കിടയിൽ ചിതറിക്കിടക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവിലുള്ളത്. ഇതെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു സെൻട്രൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം അവർക്കില്ല. കൂടാതെ ജപ്പാൻ്റെ ചാരവിരുദ്ധ നിയമങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർബലമാണ്. അപ്പോൾ റഷ്യയ്ക്ക് നല്ലൊരു ജാഗ്രതയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ, എന്നാൽ അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള ദുർബലമായൊരു സുരക്ഷാ സംവിധാനം. ഉക്രൈൻ്റെ ഗവൺമെൻറ് കണക്കനുസരിച്ച് ജപ്പാൻ്റെ ഈ സുരക്ഷാ വീഴ്ച മുതലെടുത്തുള്ള റഷ്യയുടെ കൊള്ളയുടെ തോത് ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഉക്രൈനിൽ വീഴുന്ന റഷ്യൻ മിസൈലുകളിലും ഡ്രോണുകളിലും ഏതാണ്ട് 90% കോമ്പോണൻസ് ജപ്പാനിൽ നിർമ്മിച്ചാണ്. ജപ്പാനിൽ നിർമ്മിച്ച സാങ്കേതിക ഘടകങ്ങളാണ് അതിലുള്ളത്. 90%, 90%. ഇതൊരു ചെറിയ കള്ളക്കടത്തൊന്നുമല്ല, ഇതൊരു വലിയ സപ്ലൈ ചെയിനാണ് ഈ സ്പൈ നെറ്റ്വർക്ക് വഴി റഷ്യ ജപ്പാനിൽ നിന്നും ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെയാണ് അവരത് ക്രിയേറ്റ് ചെയ്തത്? നമുക്കതിലേക്ക് പോകാം. ഈ സപ്ലൈ ചെയിൻ്റെ കേന്ദ്ര ബിന്ദു
പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കൊഴികെ മറ്റാർക്കും അറിവില്ലായിരുന്ന ഒരു സീക്രട്ട് ഗ്രൂപ്പാണ്. അതിൻ്റെ പേരാണ് 20th ഡയറക്ടറേറ്റ്. റഷ്യയുടെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസിയായ GRUവിൻ്റെ കീഴിലുള്ളൊരു വിഭാഗമാണ് ഈ 20th ഡയറക്ടറേറ്റ്. റഷ്യൻ ഇൻ്റലിജൻസ് ഓഫീസർമാർ ഡിപ്ലോമാറ്റിക് പദവികളിൽ അല്ലെങ്കിൽ ബിസിനസ് വിലാസങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുക. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ അവർ വിലയ്ക്ക് വാങ്ങുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു. എന്നിട്ട് എങ്ങനെയും അത് റഷ്യയിലേക്ക് കടത്തുന്നു. ഇതാണ് ഇവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി. ഈ യൂണിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പരസ്യമായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. എന്നാൽ 2022 ഫെബ്രുവരിക്ക് ശേഷം ഉപരോധങ്ങളെല്ലാം കാറ്റിൽ പറത്തി റഷ്യൻ ആയുധ ഫാക്ടറികളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നത് ഇവരുടെ പ്രധാന ദൗത്യമായി മാറി. ഈ ടോക്കിയോ ശൃംഖലയെ നയിക്കുന്ന ആളാണ് ഫിൽചെങ്കോവ്. അയാളുടെ തുടക്കക്കാരനൊന്നുമല്ല, കരിയർ ഓഫീസറാണ്. ഈ പണി ചെയ്യുന്നതാണ്. റഷ്യൻ സൈനിക ഇൻ്റലിജൻസ് ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്ന മിലിറ്ററി ഡിപ്ലോമാറ്റിക് അക്കാഡമിയിലാണ് ഇയാൾ പഠിക്കുന്നത്. അവിടെ അയാൾ താമസിച്ചിരുന്ന അതേ ഡോർമെട്രി വിലാസത്തിലാണ് അനറ്റോളി ചെബീഗ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉപയോഗിച്ചിരുന്നത്. അനറ്റോളി ചെബീഗയെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ 2018 ഇംഗ്ലണ്ടിലെ സാലിസ്ബറിയിൽ വെച്ച് ഇരട്ടച്ചാരനായിരുന്ന സെർജി സ്ക്രിപാലിനെയും മകളെയും വധിക്കാൻ കെമിക്കൽ ഏജൻറ്റ് ഉപയോഗിച്ചതിന് ബ്രിട്ടൻ പ്രതി ചേർത്ത അതേ GRU ചാരനാണ് ചെബീഗ. അത്രയും അപകടകാരിയായ ഒരു ഗ്രൂപ്പിൻ്റെ തലവനാണ് ടോക്കിയോയിൽ ഒരു സാധാരണ എയർലൈൻ ഓഫീസിലിരുന്ന് ഈ കളി അത്രയും നിയന്ത്രിച്ചിരുന്നതെന്ന് നിങ്ങൾ ഓർത്ത് നോക്കും. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ ഫിൽചെങ്കോവ് ഉപയോഗിക്കുന്ന കപടവേഷം അല്ലെങ്കിൽ ഒരു സ്പൈ ഔട്ട്ലൈൻ അത്ര പുതിയതൊന്നുമല്ല എന്നാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽക്ക് തന്നെ GRU ചാരന്മാർ തങ്ങളുടെ കവർ സ്റ്റോറിയുമായി റഷ്യൻ സ്റ്റേറ്റ് എയർലൈനായ എയറോഫ്ലോട്ടിൻ്റെ ജോലികൾ ഉപയോഗിക്കാറുണ്ട്. പാശ്ചാത്യ ഏജൻസികൾക്ക് കഴിഞ്ഞ 40 വർഷമായി അറിയാവുന്ന ഒരടവാണിത്. എയറോഫ്ലോട്ടിനെ ഫ്രണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് സ്പൈ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങൾ ബാക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവർ ഒരു വലിയ ആക്ഷനൊന്നും എടുത്തില്ല. ഫിൽചെങ്കോവ് 2015 മുതൽ എയറോഫ്ലോട്ടിലെ ജീവനക്കാരനായി രേഖകളുണ്ടെന്നാണ്. 2024 മുതൽ ടോക്കിയോ ഓഫീസിലെ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് ഓപ്പറേഷൻ പദവിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അതിനു മുമ്പ് 2016 പലതവണ ജപ്പാനിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ട്വിസ്റ്റുണ്ട്. എയറോഫ്ലോട്ട് എയർലൈൻ ജപ്പാനിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. എന്നാൽ ഉപരോധങ്ങൾ കാരണം അവർക്ക് വിമാന സർവീസ് നടത്താൻ ആവശ്യമായ ഘടകങ്ങളോ സേവനങ്ങളോ ലഭ്യമല്ല. അതുകൊണ്ട് പേപ്പറിൽ മാത്രമാണ് ഈ എയർലൈൻസ് ജപ്പാനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. വിമാനങ്ങളൊന്നും കാര്യമായിട്ട് പറക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് ഇവർക്ക് പറ്റിയ ഒളിത്താളമോ ഇവരെ ആൾക്കാരൊന്നും വരികയും പോവുകയൊന്നും ചെയ്യില്ല. പരിശോധനകളില്ലാത്ത ആളൊഴിഞ്ഞൊരു ഓഫീസ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർമാർ അവിടെ ചെന്നപ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് കുരിശുമാല ധരിച്ച ഒരു സ്ത്രീയാണ് അവർക്ക് വാതിൽ തുറന്നു കൊടുത്തത്. അവർ പറഞ്ഞത് ഫിൽചെങ്കോവ് അവിടെ ഇല്ല, എപ്പോൾ വരുമെന്നൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. പക്ഷേ ഈ ശൃംഖല എയറോഫ്ലോട്ട് ഓഫീസിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രോക്കോ എയർ എന്ന മറ്റൊരു കമ്പനി ഇവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ജപ്പാനും റഷ്യനും ഇടയിലുള്ള ഒരു പാലം എന്നാണ് ഇവർ സ്വയം ഈ പ്രോക്കോ എയറിനെ വിശേഷിപ്പിക്കുന്നത്. റഷ്യക്ക് നേരിട്ടുള്ള റൂട്ടുകൾ അടഞ്ഞതോടുകൂടി എയറോഫ്ലോട്ട് ഇപ്പോഴും സർവീസ് നടത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, ശ്രീലങ്ക, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് ഇവർ ഈ സ്മഗ്ലിംഗ് സപ്ലൈ ചെയിൻ ഡീൽ ചെയ്യുന്നത് തന്നെ. ഈ സാധനങ്ങൾ ബുക്ക് ചെയ്ത്, അതായത് യുദ്ധത്തിനുള്ള സാധനങ്ങൾ ബുക്ക് ചെയ്ത് ഈ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് പല കമ്പനികൾക്ക് വഴി ഇവർ ഈ സാങ്കേതിക ഘടകങ്ങളോടുകൂടി റഷ്യയിലെത്തിക്കുന്നു. അപ്പോൾ ഈ ശൃംഖലയിലുള്ള ഈ സപ്ലൈ ചെയ്യാനുള്ള ഒരു കമ്പനിയും ജപ്പാനിലെ നിയമങ്ങൾ നേരിട്ട് ലംഘിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജപ്പാനിലുള്ള കമ്പനികളൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ചില വമ്പൻ കമ്പനികൾ ഇതിൽ കുടുങ്ങിപ്പോയി താനും. ജപ്പാനിലെ വമ്പൻ ഇലക്ട്രോണിക്സ് കമ്പനികളെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളാണ് ഉക്രൈനിൽ നിന്നും കണ്ടെടുത്ത റഷ്യൻ ആയുധങ്ങളിൽ വന്നത്. അതായത് ഈ റഷ്യൻ ആയുധങ്ങളിൽ ജപ്പാൻ്റെ വിഖ്യാത കമ്പനികളായ NEC, പാനസോണിക്, തോഷിബ എന്നിവയുടെ ചിപ്പുകളും ഘടകങ്ങളുമാണ് കണ്ടെത്തിയത്. തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ജപ്പാൻ്റെ കയറ്റുമതി നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നുമാണ് ഈ കമ്പനികൾ പറയുന്നത്. തങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് വിറ്റ പഴയ മോഡലുകളാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് NEC പറഞ്ഞത്. ഇവരാരും തന്നെയും ഡയറക്റ്റായിട്ട് റഷ്യക്ക് ഇത്തരം മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വിറ്റിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ വിറ്റിട്ടുണ്ടെന്നോ ആരും കരുതുന്നില്ല. എന്നാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ഇൻ്റർട്വൈൻ ചെയ്താണ് റഷ്യ ഈ സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പല ഇടപാടുകളിൽ ഒരു തരത്തിലുള്ള സംശയം തോന്നാത്ത രീതിയിൽ ദൂരം പാലിച്ചാണ് ഇത് നടക്കുന്നത്. പ്രോക്കോ എയർ ഉൾപ്പെടെയുള്ള ഇത്തരം കമ്പനികളുടെ വിവരങ്ങൾ നൽകിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ടോക്കിയോയ്ക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും വളരെ കാലമായിട്ട് ജപ്പാൻ കൃത്യമായ നടപടികളൊന്നും ഇതിനെടുത്തില്ല. പക്ഷേ അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ടോക്കിയോ ഇതിനെതിരെ വളരെ പതുക്കെ മാത്രം പ്രതികരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ്.
ചാരന്മാരെ പിടികൂടാൻ സ്വന്തമായൊരു ഏജൻസി പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് അന്താരാഷ്ട്ര ചാര ശൃംഖലയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് അറിവ് വന്നത് പുറത്തെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കില്ലേ? എന്നാൽ ഗവൺമെൻറ് ഇപ്പോൾ ആ കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. തങ്ങളെ ചിതറിക്കിടക്കുന്ന ഇൻ്റലിജൻസ് സംവിധാനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനായി ജപ്പാൻ പാർലമെൻറ്റ് പുതിയൊരു ദേശീയ ഏജൻസി രൂപീകരിക്കാൻ നിയമം പാസാക്കി. പ്രധാനമന്ത്രിയായ സനായി തകായിച്ചിയുടെ നേതൃത്വത്തിൽ റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ ശക്തമായ ഇൻ്റലിജൻസ് അടിത്തറ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജപ്പാൻ. ശത്രുവിനെ മുന്നിൽ കാണാം, എന്നാൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ജപ്പാൻ്റെ പ്രധാന പ്രശ്നം. എന്നാൽ ഇപ്പോൾ ജപ്പാൻ ഗവൺമെൻറ് ഇത് പരസ്യമായിട്ട് അംഗീകരിക്കുക, നേരത്തെ പറഞ്ഞാൽ ഇത് പരസ്യമായി അംഗീകരിക്കുന്നുണ്ട്. ചീഫ് ഗവൺമെൻറ് വക്താവായ മിനോരു കിഹാര കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി നിൽക്കുന്ന വിദേശ ചാരപ്രവർത്തനങ്ങൾ തടയാൻ ജപ്പാൻ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ്. ഭരണകക്ഷിയിലെ പ്രമുഖ നേതാവായ അകിഹിസ ഷിയോസാക്കി പറഞ്ഞത് ഇത് കൂടുതൽ ക്ലിയറായിട്ട് ഈ സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ സഖ്യകക്ഷികളും ഭരണകക്ഷികളും എല്ലാവരും ഒരുമിച്ച് വന്ന്, പ്രതിപക്ഷം എല്ലാം ഒരുമിച്ച് വന്ന് ഇതിനെ നേരിടും. അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇൻ്റലിജൻസും അതുപോലെ തന്നെ അല്ലാതെ ഡയറക്റ്റീവ്സും കൊണ്ട് ജപ്പാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുവാണ്. കാരണം ഈ രാജ്യങ്ങളെല്ലാം വർഷങ്ങളായി ചാരന്മാരെ ഡീൽ ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടോടു കൂടി ജപ്പാൻ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ആൻറ്റി സ്പൈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ഇനി നമ്മളൊരു പക്ഷേ ടോക്കിയോയിൽ പോയിട്ടുണ്ടാവില്ല, നമ്മൾ ജപ്പാനെ പറ്റി അധികം കെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളത് അറിയേണ്ടത്? കാരണം ഇത് വെറും ഒരു ചാരക്കഥ മാത്രമല്ല. ലോകത്തിലെ ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സാങ്ഷൻസ് രാജ്യങ്ങൾ എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് അല്ലെങ്കിൽ എത്ര തന്ത്രം മെനഞ്ഞാണ് ഇതിനെയൊക്കെ തകർക്കുന്നതെന്നുള്ളതാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ്. ഈ ഒരു യുദ്ധത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ മുഴുവൻ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോവുക, ചിപ്പുകളും ഉൾപ്പെടെ അങ്ങനെ സകലമായ സാധനങ്ങൾ. ഉപരോധങ്ങൾ വരും നൂറ്റാണ്ടിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒരു എൻറ്റിറ്റിയായി മാറും എന്നുള്ളതിൻ്റെ തെളിവ് ആണ് ഈ റഷ്യൻ സ്മഗ്ലിംഗ്. ജപ്പാനിപ്പോൾ ഈ വിള്ളലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കഴിഞ്ഞ 2 വർഷമായി ആ വാതിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. തങ്ങളെ പിടികൂടേണ്ട പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്ത് നിന്നും 10 മിനിറ്റ് അപ്പുറത്ത് ഒരു സ്പൈ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുകയായിരുന്നു. ടോക്കിയോയിലെ ആകാശഗോപുരത്തിൻ്റെ 22ാം നിലയിൽ ഇന്നും ആ ഫയലിംഗ് ക്യാബിനറ്റും അതിന് മുകളിൽ ഒരു എയറോഫ്ലോട്ട് വിമാനത്തിൻ്റെ മോഡലുമുണ്ട്. കഴുത്തിൽ കുരിശുമാല അണിഞ്ഞ ആ സ്ത്രീ ഇന്നും വാതിൽ തുറന്ന് പറയുന്നുണ്ടാകാം, അദ്ദേഹം ഇവിടെ ഇല്ല, എന്ന് വരുമെന്നറിയില്ല, ഫിൽചെങ്കോവ് എവിടെയാണെന്നറിയില്ല. ഉക്രൈനിലെ യുദ്ധം നടക്കുന്നത് ട്രെഞ്ചുകളിലും മിസൈൽ ആക്രമണങ്ങളിലും മാത്രമല്ല, കസ്റ്റംസ് രേഖകളിലും വ്യാജ ഷെൽ കമ്പനികളിലും കാർഗോ യൂണിറ്റുകളിലുമാണ്. യുദ്ധങ്ങൾക്ക് പിന്നിലുള്ള ഇതുപോലുള്ള നിഗൂഢ കഥകൾ അറിയാനായിട്ട് വൈറ്റ് ബോർഡ് സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.